ആർത്തവാവധി ആവശ്യമോ? KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര പോലെ കയ്യടി നേടുമെന്ന് കരുതി പുതിയ സർക്കാർ കൊണ്ടുവന്ന ആർത്തവാവധി ഇപ്പോൾ വലിയ വിമർശനങ്ങളാണ് ഉയർത്തുന്നത്. സർക്കാരിന്റെ ആർത്തവാവധി പ്രഖ്യാപനത്തിനെതിരെ കോൺഗ്രസ്, ലീഗ്, BJP പ്രതിനിധികളായ വനിതാ നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ലീഗാണ് വിഷയത്തിൽ വലിയ പ്രതിഷേധമുയർത്തിയത്. ആർത്തവാവധി പ്രഖ്യാപിക്കുന്നതിനെതിരെ സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളിൽ നിന്നും മറ്റു കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നതിനിടെ ആർത്തവാവധി നൽകുന്നതിൽ സ്ത്രീ സമൂഹത്തിൽ നിന്നും പരാതിയുണ്ടെങ്കിൽ തീരുമാനം പുനഃപരിശോധിക്കാൻ തയ്യാറാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി L. ഷംസുദ്ദീൻ വ്യക്തമാക്കുന്നത്. ആർത്തവം സ്ത്രീകൾക്ക് ദൈവികമായി ലഭിച്ച കാര്യമാണെന്നും അത് മാറ്റി നിർത്തേണ്ട ഒന്നല്ലെന്നുമാണ് തൃക്കാക്കര MLA ഉമാ തോമസ് പ്രതികരിച്ചത്. ആർത്തവാവധി നൽകുമ്പോൾ സ്കൂളുകളിൽ കൗമാരക്കാരായ കുട്ടികൾക്കിടയിൽ വിളിപ്പേരുകൾ ഉണ്ടാകാനും അധിക്ഷേപിക്കപ്പെടാനും സാധ്യതയുണ്ടെന്നും കുട്ടികളെ മാറ്റി നിർത്തുന്നതിന് പകരം വിദ്യാലയങ്ങളിൽ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും ഉമാ തോമസ് പറഞ്ഞു. മുസ്ലിം ലീഗ് നേതാവ് അഡ്വക്കേറ്റ് നുർബീന റഷീദും തീരുമാനത്തെ വിമർശിച്ച് രംഗത്തെത്തി. അവധി പ്രഖ്യാപിക്കുന്നത് പെൺകുട്ടികളുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നാണ് നുർബീന വ്യക്തമാക്കുന്നത്. സ്കൂളുകളിലും കോളേജുകളിലും ആർത്തവാവധി ആവശ്യപ്പെടുമ്പോൾ ആർത്തവ ദിവസങ്ങൾ പരസ്യമാകാൻ സാധ്യതയുണ്ട്. അതിനാൽ കുട്ടികളുടെ സ്വകാര്യത ഉറപ്പാക്കുന്ന സംവിധാനം കൊണ്ടുവന്ന ശേഷമേ ഇത്തരം നയങ്ങൾ നടപ്പാക്കാവൂ എന്ന് അവർ ആവശ്യപ്പെട്ടു. എല്ലാ മാസവും 3 ദിവസം വരെ ആർത്തവാവധി നൽകുമെന്ന UDF സർക്കാരിന്റെ പ്രഖ്യാപനത്തിനെതിരെ കടുത്ത വിമർശനവുമായാണ് മുൻ DGPയും തിരുവനന്തപുരം നഗരസഭയിലെ BJP കൌൺസിലറുമായ R. ശ്രീലേഖ രംഗത്തെത്തിയത്. സർക്കാരിന്റെ ഈ പുതിയ നയം ശരിക്കും പെൺകുട്ടികളെ ശക്തരാക്കുമോ അതോ കൂടുതൽ അബലകളാക്കി മാറ്റുമോ എന്ന സംശയമാണ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ശ്രീലേഖ ഉന്നയിക്കുന്നത്. ആർത്തവം എന്നത് സ്ത്രീകളുടെ സ്വകാര്യ അഭിമാനമാണെന്ന് ശ്രീലേഖ ഓർമ്മിപ്പിച്ചു. ആ സമയത്ത് കഠിനമായ വേദനയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർ ഉണ്ടാകാം. എന്നാൽ കടുത്ത വേദന ഉണ്ടായിരുന്നിട്ടും താൻ ഒരിക്കൽ പോലും സ്കൂളിലോ കോളേജിലോ പോകാതിരുന്നിട്ടില്ലെന്നും IPS പരിശീലന കാലത്തെ കഠിനമായ വ്യായാമ മുറകളിൽ നിന്ന് പെൺകുട്ടികൾ ആരും തന്നെ മാറി നിന്നിട്ടില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി. തീരെ വയ്യാത്ത അവസ്ഥയിൽ മാത്രം അവധിയെടുക്കുന്നതാണ് സ്ത്രീകളുടെ യഥാർത്ഥ ശക്തിയെന്നും അവർ കൂട്ടിച്ചേർത്തു. മാസാമാസം ഇത്തരത്തിൽ അവധിയെടുക്കാൻ തുടങ്ങിയാൽ വീട്ടുകാരും വിദ്യാലയവും നാട്ടുകാരുമെല്ലാം എപ്പോഴാണ് ഏത് കുട്ടിക്ക് ആർത്തവം എന്ന് അറിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ശ്രീലേഖ കുറ്റപ്പെടുത്തി. ഈയൊരു കാരണം പറഞ്ഞുകൊണ്ട് പഠിക്കാൻ പോകാതെ ഒരു ദിവസം പോലും വീട്ടിലിരിക്കാൻ ഒരു പെൺകുട്ടിയും ആഗ്രഹിക്കുമെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും സാധാരണ നിലയിൽ മാതാപിതാക്കൾ ഇതിനെ സമ്മതിക്കില്ലെന്നും വ്യക്തമാക്കിയാണ് R. ശ്രീലേഖ തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ ആർത്തവാവധി നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനം തികച്ചും ഉചിതമാണെന്നാണ് ലീഗിന്റെ പ്രഥമ വനിതാ MLA ഫാത്തിമ തഹ്ലിയ അഭിപ്രായപ്പെട്ടത്. ഈ തീരുമാനത്തെ പെൺകുട്ടികളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും അവർ വ്യക്തമാക്കി. ആർത്തവാവധി പ്രഖ്യാപനത്തിനെതിരെ സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളിൽ നിന്നും മറ്റു കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് സർക്കാരിനെ പിന്തുണച്ച് MLA രംഗത്തെത്തിയിരിക്കുന്നത്. ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സമാനമായ രീതിയിൽ ആർത്തവാവധി നൽകുന്ന ഉത്തരവുകൾ നിലനിൽക്കുന്നുണ്ടെന്ന് ഫാത്തിമ തഹ്ലിയ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് തന്നെ കേരള സർക്കാരിന്റേത് സ്വാഗതാർഹമായ ചുവടുവയ്പ്പാണ്. ആർത്തവ സമയങ്ങളിൽ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ പരിഗണിക്കേണ്ടതുണ്ടെന്ന് MLA ഓർമ്മിപ്പിച്ചു. ഇതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിൽ ആൺകുട്ടികൾക്കും ഈ വിഷയത്തിൽ കൃത്യമായ ബോധവൽക്കരണം നൽകേണ്ടതുണ്ടെന്നും എങ്കിൽ മാത്രമേ പെൺകുട്ടികൾ അധിക്ഷേപിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കൂവെന്നും ഫാത്തിമ തഹ്ലിയ കൂട്ടിച്ചേർത്തു. സർക്കാർ തീരുമാനത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ശക്തമാകുന്ന സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കാൻ തയ്യാറാണെന്ന നിലപാടിലാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി L. ഷംസുദ്ദീൻ. പൊതുവായി ഉയർന്നു വന്ന ഈ നിർദ്ദേശം സർക്കാർ പരിഗണിച്ചു എന്ന് മാത്രമേ ഉള്ളൂവെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ആർത്തവ സമയത്ത് കഠിനമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥിനികളും സ്ത്രീകളുമുണ്ടെന്നും അവരെ നിർബന്ധിച്ച് ക്ലാസുകളിൽ ഇരുത്തരുന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയത്തിൽ UDFനകത്ത് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുട്ടികൾക്ക് ആർത്തവാവധി നൽകുന്നതിൽ 140 ന്യൂസ് പൊളിറ്റിക്സിനും എതിരഭിപ്രായമാണുള്ളത്. കുട്ടികൾ സ്കൂളിൽ വരാതിരിക്കുന്ന ദിവസങ്ങളിലെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കാൻ നിലവിൽ മാർഗനിർദ്ദേശമില്ല. ഈ സാഹചര്യത്തിൽ ആർത്തവത്തിന്റെ പേരിൽ ഏതെങ്കിലും കുട്ടികൾ അവധിയെടുക്കുമെന്ന് കരുതാനാവില്ല. മാത്രവുമല്ല, ആർത്തവ സമയം പരസ്യമാക്കാൻ ഒരു പെൺകുട്ടിയും തയ്യാറാവുമെന്ന് കരുതാനാവില്ല. ആർത്തവകാലത്ത് കടുത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന കുട്ടികൾക്ക് ആവശ്യമായ ദിവസം അവധിയെടുക്കാനുള്ള അനുമതി മാത്രമാണ് ആവശ്യം. മറ്റു കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നാണ് 140 ന്യൂസ് പൊളിറ്റിക്സിന്റെ അഭിപ്രായം.